നമ്മളിന്ന് 26-ാമത്തെ അധ്യായം, ജനസിസ് 26-ാമത്തെ അധ്യായമാണ് മുതലാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. 25 വരെ നമ്മൾ ഇതിനു മുമ്പത്തെ വെർഷനിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇസ്ഹാക്കിൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം വിവാഹത്തിന് ശേഷം 20 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 2 കുട്ടികളുണ്ടായി. അവരാണ് ഏശാവും യാക്കോബും. അപ്പോൾ അതിൽ ഏശാവിനെ ഇസ്ഹാക്കും യാക്കോബിനെ ഇസ്ഹാക്കിൻ്റെ ഭാര്യയായ റബേക്കയും നന്നായിട്ട് വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ യാക്കോബ് ഏശാവിൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം വിലയ്ക്ക് വാങ്ങുന്ന ഒരു രംഗമാണ് നമ്മൾ ഒടുവിലായിട്ട് കണ്ടത്. അതിനുശേഷം 26-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അബ്രഹാമിൻ്റെ കാലത്ത് ഒരു വലിയ ക്ഷാമം ഉണ്ടായി എന്ന് നമ്മൾ അതിന് മുമ്പ് കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഗരാറിലെ ഫിലിസ്തീൻ്റെ രാജാവ് അബീമേലെക്കിൻ്റെ അടുത്തേക്ക് ഇസ്ഹാക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഇസ്ഹാക്കിന് ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ ദേശത്ത് തന്നെ പാർക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിൻ്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും തരും. നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അരുളി ചെയ്തു. അങ്ങനെ ഇസ്ഹാക്ക് ഗരാറിൽ തന്നെ പാർത്തു. അപ്പോൾ ആ ഗരാറിൽ പാർത്ത സമയത്ത് അവിടുത്തെ ആൾക്കാർ ഇസ്ഹാക്കിൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇസ്ഹാക്ക് പറഞ്ഞു, അബ്രഹാം പല ആവൃത്തി പറഞ്ഞ അതുപോലെ തന്നെ ഇസ്ഹാക്ക് ഇതിനു മുമ്പ് ഒരു തവണ പറയുന്നത് പോലെ തന്നെ ഇസ്ഹാക്കും അവൾ എൻ്റെ സഹോദരി എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. കാരണം റബേക്ക വളരെയധികം സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ അത് നിമിത്തം ആ സൗന്ദര്യമുള്ള സ്ത്രീ ഭാര്യയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനം ഒരുപക്ഷെ ഇസ്ഹാക്കിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഇസ്ഹാക്കിന് തോന്നി. അങ്ങനെ ഇസ്ഹാക്കിന് പേടിയുണ്ടായി. പക്ഷേ അങ്ങനെ അവിടെ കുറേ നാൾ അവരിങ്ങനെ താമസിക്കുന്ന സമയത്ത് അബീമേലെക്ക് ഒരിക്കൽ റബേക്ക ഇസ്ഹാക്കിൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായി. അപ്പോൾ അബീമേലെക്ക് ഇസ്ഹാക്കിനെ വിളിപ്പിച്ച്, അവൾ നിൻ്റെ ഭാര്യയാകുന്ന നിശ്ചയം, പിന്നെ എൻ്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെ എന്ന് ചോദ്യം ചെയ്യുവാനായിട്ട് ഇടയായി തന്നു. അപ്പോൾ ഇസ്ഹാക്കുള്ള കാര്യം പറഞ്ഞു. അവളുടെ നിമിത്തം മരിക്കാതിരിക്കാനാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അബീമേലെക്ക് പറഞ്ഞത്, എന്തെങ്കിലും രീതിയിൽ ജനം നിൻ്റെ ഭാര്യയോട് ഏതെങ്കിലും രീതിയിൽ തെറ്റ് പ്രവർത്തിക്കാനായിട്ട് ഇടയായിരുന്നെങ്കിൽ ആ കുറ്റം മുഴുവൻ ഞങ്ങളുടെ ആ ജനത്തിൻ്റെ മേൽ മുഴുവൻ വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പുരുഷനെയും സ്ത്രീയെയും ഇനി തൊടുവാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് മരണശിക്ഷ ഉണ്ടാകുമെന്ന വലിയൊരു കൽപ്പന ആ ദേശത്ത് പുറപ്പെടുവിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. അങ്ങനെ ആയ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ വളരെ വളരെ അധികം അനുഗ്രഹിച്ച് അവൻ്റെ സ്വത്ത് വർദ്ധിച്ച് മഹാധനവാനായി തീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഫിലിസ്തീനയുടെ ദേശത്ത് ഇസ്ഹാക്ക് അങ്ങനെ വളരെ വലിയ ഒരു മഹാധനവാനായിട്ട് തീരുന്നത് കണ്ടിട്ട് ഫിലിസ്തീർക്ക് ഇസ്ഹാക്കിനോട് അസൂയ തോന്നി. അങ്ങനെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന കിണറുകളും മറ്റുമൊക്കെ അബ്രഹാമിൻ്റെ കാലത്ത് തന്നെ കുത്തിയിരുന്ന കിണറുകളും മറ്റുമൊക്കെ വീണ്ടും ഫിലിസ്തീർ നികത്തിക്കളഞ്ഞ കിണറുകൾ വീണ്ടും ഇസ്ഹാക്ക് കുഴിച്ച് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എങ്കിലും ഫിലിസ്തീന്മാരുമായിട്ടുള്ള ശണ്ടകൾ തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ബേർഷേബ എന്ന ഒരു സ്ഥലത്ത് കിണർ കുത്തി അവിടെ ടെൻറ്റ് കെട്ടുന്നതിന് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം
രാത്രി യഹോവയായ ദൈവം ഇസാക്കിന് പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, വീണ്ടും അതിൽ വാഗ്ദാനം കൊടുത്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. അങ്ങനെ അരുളിച്ചെയ്ത ആ സ്ഥലത്ത്, അതാണ് ബേർശേബ എന്ന് പറയുന്നത്, ആ സ്ഥലത്ത് യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ കൂടാരം അടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇസാക്കും കുടുംബമെല്ലാം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അബീമേലെക്ക് എന്ന് പറഞ്ഞ ഫിലിസ്തീയ രാജാവ് കൂട്ടനും കൂടെ ഇസാക്കിൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പോൾ അബീമേലെക്കിന് കൃത്യമായിട്ട് അറിയാം ഇസാക്കിൻ്റെ കൂടെ ജീവിക്കുന്ന ദൈവമുണ്ട്, യഹോവയായ ദൈവമുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ യഹോവയായ ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ഇസാക്ക് ചെയ്യുന്ന എന്ത് കാര്യത്തിലും യഹോവയായ ദൈവം കൂടെ ഉണ്ടാവും. അങ്ങനെ അത് അവർക്ക് ഒരുപക്ഷെ ദോഷമായിട്ട് ഭവിച്ചേക്കാമെന്ന് അബീമേലെക്കിന് തോന്നി. അങ്ങനെ അതുകൊണ്ട് ഇസാക്കുമായിട്ടൊരു കരാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അബീമേലെക്ക് വന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സ്ഥലത്തിനാണ് ബേർശേബ എന്ന് പറയുന്നത്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ ഏശാവിന് 40 വയസ്സായപ്പോൾ ഏശാവ് ഹിത്യരായ 2 സ്ത്രീകളെ ഭാര്യമാരായിട്ട് എടുക്കുവാനായിട്ട് ഇടയാക്കി തീർന്നു. എന്നാൽ അത് ഇസാക്കിനും റെബേക്കയ്ക്കും ഇഷ്ടമല്ലായിരുന്നു. കാരണം അവർക്ക് ഹിത്യരായിട്ടുള്ള അന്യജാതിയിൽ നിന്ന ആളുകളെ ആയിട്ടുള്ള ഒരു കൂടിച്ചേരൽ അവർക്ക് ഇഷ്ടമായിരുന്നില്ല. 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാലഘട്ടം കുറേ കഴിഞ്ഞുപോയി. ഇസാക്ക് വളരെയധികം വൃദ്ധനായി തീർന്നു. അങ്ങനെ വൃദ്ധനായപ്പോൾ കണ്ണ് കാണാനായിട്ട് ഒട്ടും വയ്യാതെയുള്ള അവസ്ഥയിലായപ്പോൾ അന്നത്തെ ഒരു ചുറ്റുപാടുകളിൽ അപ്പൻ അവസാന കാലത്ത് മക്കളെ അനുഗ്രഹിക്കുന്നൊരു ഏർപ്പാടുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അപ്പനെ നോക്കുകയോ അല്ലെങ്കിൽ അപ്പൻ പറയുന്നതല്ല ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന മക്കളെ അപ്പൻ ഏറ്റവും അധികമായിട്ട് അനുഗ്രഹിക്കുകയും ആ അനുഗ്രഹം അവർക്ക് തലമുറകളോളം നീണ്ടു നിൽക്കുന്നതിനും ഇടയായിത്തീരുന്നു. അത്ര ഒരു വലിയൊരു കൃപ അന്ന് ദൈവം കൊടുത്തിരുന്നു. അങ്ങനെ ഇസാക്കിന് വയസ്സ് ഒരുപാടായി കണ്ണു കാണാൻ വയ്യാത്ത ഒരു ദിവസം മൂത്ത പുത്രനായ ഏശാവിനെ വിളിച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രായമായി, എൻ്റെ മരണ ദിവസം എന്താണെന്നുള്ളത് അറിയുന്നില്ല, അതുകൊണ്ട് നീ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വേട്ട തേടി പോയി കാട്ടിൽ ചെന്നിട്ട് നല്ലൊരു മൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്ന് എനിക്കത് പാകം ചെയ്ത് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തരണം. അങ്ങനെ ഞാനത് കഴിച്ച് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇസാക്ക് തൻ്റെ മകനായ ഏശാവിനോട് ഇത് പറയുമ്പോഴത്തേക്കും ഇസാക്കിൻ്റെ ഭാര്യയായ റെബേക്ക ഇത് പിന്നീട് മറിഞ്ഞ് നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഏശാവ് പെട്ടെന്ന് തന്നെ ആയുധങ്ങളൊക്കെ എടുത്ത് വേട്ടയിടാൻ വേണ്ടി കാട്ടിൽ പോയപ്പോൾ സമയത്ത് റെബേക്കായ്ക്ക് ഇഷ്ടം ഇളയ മകനായ യാക്കോബിനെ ആയിരുന്നു. അപ്പോൾ യാക്കോബിനെ വിളിച്ചിട്ട് റെബേക്ക പറഞ്ഞു, നിൻ്റെ അപ്പൻ നിൻ്റെ സഹോദരനോട് ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ നല്ല ഫുഡുണ്ടാക്കി നല്ല വേട്ടയിറച്ചി കൊണ്ടുവന്ന് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്നോട് ഇപ്പോൾ പറയാണ്, നീ ചെന്നിട്ട് നമ്മുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് നല്ല 2 കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക. എന്നിട്ട് അതിനെ ഞാൻ പാകം ചെയ്ത് ഞാനൊരു നല്ല ഫുഡ് ഉണ്ടാക്കാം, ഭക്ഷണം ഉണ്ടാക്കി തരാം. എന്നിട്ട് അത് നിൻ്റെ അപ്പന് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ ഏശാവിനുള്ള അനുഗ്രഹം നീ ചെന്ന് മേടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് അമ്മയായ റെബേക്കയോട് പറഞ്ഞു, സഹോദരനായ ഏശാവിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. രോമമുള്ളവനാണ്, ശരീരം മുഴുവൻ രോമമുള്ളവനാണ് ഏശാവ്. അപ്പോൾ അപ്പന് കണ്ണില്ലെങ്കിലും തപ്പി നോക്കിക്കഴിഞ്ഞാൽ രോമമുള്ളവനാണോ രോമമില്ലാത്തവനാണോ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ
അപ്പൻ അനുഗ്രഹത്തിന് വരും, ചിലപ്പോൾ ശപിക്കാനായിട്ട് ഇടയായി തരും. പക്ഷേ റബേക്ക എന്ന അമ്മ വീണ്ടും അവനെ നിർബന്ധിച്ചു. അങ്ങനെ രുചികരമായിട്ടുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കോലാട്ടിൻ കുട്ടികളെ കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി പിന്നെ ഇളയ മകൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അതിനു മുമ്പ് മൂത്തവനായ ഏശാവിൻ്റെ വിശേഷ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. എന്നിട്ട് കയ്യിൽ തോല് കൊണ്ട് കൈയും കഴുത്തും എല്ലാം പൊതിഞ്ഞു. അപ്പോൾ തോല് കോലാട്ടിൻകുട്ടികളുടെ തോലായതുകൊണ്ട് വളരെയധികം അധികം കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തപ്പി നോക്കുന്നവർ സ്വന്തം കയ്യിലെ രോമമാണെന്ന് കരുതിക്കോളൂ എന്ന് അവർ കരുതി. അങ്ങനെ ഭക്ഷണം കൊണ്ട് അപ്പൻ്റെ അടുത്തോട്ട് ചെന്നു. ആരാണെന്ന് ചോദിച്ചു. കാരണം ഇസ്ഹാക്കിന് കണ്ണ് കാണാൻ വയ്യ. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ ആദ്യജാതനായ ഏശാവാണെന്ന് പറഞ്ഞു. അങ്ങനെ വേട്ടയിറച്ചി ആണ് തിന്നിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര പെട്ടെന്ന് എങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് അതിനെ വരുത്തി തന്നു, ആ വേട്ടമൃഗത്തെ വരുത്തി തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഇസ്ഹാക്കിന് സംശയമായി. നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ഒന്ന് തപ്പി നോക്കട്ടെ, നീ ഏശാവ് തന്നെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ച് തപ്പി നോക്കിയപ്പോൾ കയ്യിൽ ആട്ടിൻകുട്ടികളുടെ രോമം ഉള്ളതുകൊണ്ട് നീ ഏശാവ് തന്നെയാണെന്ന് ഇസ്ഹാക്ക് പറഞ്ഞപ്പോൾ, പക്ഷേ ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ചോദിച്ചു, നീ ഏശാവ് തന്നെയാണെന്ന് ചോദിച്ച് അതേ എന്ന് പറഞ്ഞു. അപ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്നതിന് എൻ്റെ അടുക്കൽ വാ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചു. എന്നെ അടുത്തോട്ട് ചെന്ന് വേട്ടയിറച്ചി കൊണ്ട് എന്നുള്ള ഭാഗത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്തു, വീഞ്ഞു കൊണ്ട് ചെന്നു, എല്ലാം കുടിച്ച് എല്ലാം കഴിഞ്ഞ് തൃപ്തനായി. അത് കഴിഞ്ഞ് വീണ്ടും അടുത്തേക്ക് വിളിച്ച് മകനെ നീ എൻ്റെ അടുത്ത് വന്ന് എന്നെ ചുംബിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചപ്പോഴത്തേക്കും ഏശാവിൻ്റെ വസ്ത്രമായിരുന്നു യാക്കോബ് ധരിച്ചിരുന്നതെന്നുള്ളതുകൊണ്ട് വീണ്ടും ഏശാവ് തന്നെയാണെന്ന് ഇസ്ഹാക്കിന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ യാക്കോബിനെ ഏശാവാണെന്നുള്ള ധാരണയിൽ യാക്കോബിനെ വളരെയധികം അനുഗ്രഹിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇതെല്ലാം കഴിഞ്ഞ് യാക്കോബ് ഇസ്ഹാക്കിൻ്റെ അടുക്കൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിലുള്ള ഏശാവ് വേട്ട കഴിഞ്ഞ് വേട്ടമൃഗത്തേക്ക് കൊണ്ടുവന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇസ്ഹാക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വേട്ടയിറച്ചി തിന്നിട്ട് എന്നെ അനുഗ്രഹിക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇസ്ഹാക്ക് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏശാവ് പറഞ്ഞു, ഞാൻ നിൻ്റെ ആദിജാതനായ ഏശാവാണ്. അപ്പോഴാണ് ഇസ്ഹാക്കിന് മനസ്സിലായത് മുമ്പ് വന്നത് യാക്കോബായിരുന്നു എന്ന്. അപ്പോൾ അപ്പൻ സകല നന്മകളും അനുഗ്രഹങ്ങളും ഒരു മകന് കൊടുത്തു. കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൻ്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക, നിൻ്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ എന്നുള്ള, നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നിങ്ങനെ അവസാനം കൊടുക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തപ്പോൾ ഇനി ഇസ്ഹാക്കിന് യാക്കോബിനെ ശപിക്കുവാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിൽ ആയിത്തീർന്നു. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു എന്ന് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകും എന്ന് ഇസ്ഹാക്ക് ഏശാവിനോട് പറഞ്ഞപ്പോൾ ഏശാവ് വളരെയധികം ദുഃഖിതനായിട്ട് നിലവിളിക്കുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എന്നെയും കൂടി അനുഗ്രഹിക്കണേ. ഒരാൾക്ക് മാത്രമല്ലല്ലോ അനുഗ്രഹം കൊടുക്കുന്നത്, രണ്ടു പേർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് എന്നെയും കൂടി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ സഹോദരൻ ഉപായത്തോട് വന്ന് നിൻ്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ അതിനുശേഷം വീണ്ടും ഏശാവ് ചോദിച്ചു, നീ എനിക്ക് ഒരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്ന് വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്ഹാക്ക് ഏശാവിനോട് പറഞ്ഞു, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി നിൻ്റെ സഹോദരന്മാരെ അവന് ദാസന്മാരാക്കി, അവൻ്റെ സഹോദരന്മാരെ ഒക്കെയും അവന് ദാസന്മാരാക്കി, അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്ത് തരേണ്ടു മകനെ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഏശാവ് പൊട്ടിക്കരഞ്ഞ് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, എന്നെയും കൂടി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോൾ ഏശാവിനെ ഇസ്ഹാക്ക് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ
യാക്കോബിന് കൊടുത്ത അനുഗ്രഹത്തിൻ്റെ അത്രയും ഒരിക്കലും, കാരണം അതിനെതിരായിട്ട് ഇസാക്കിന് പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആ വാക്ക് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഏശാവിന് അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏശാവിന് വളരെയധികം ദുഃഖമായി തീർന്നു. അതായത് യാക്കോബ് തന്നെ പറ്റിച്ചു എന്നുള്ള ഒരു ചിന്ത വളരെയധികം ആയിക്കഴിഞ്ഞപ്പോൾ യാക്കോബിനെ ഇസാക്ക് എന്ന അപ്പൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം യാക്കോബിനെ കൊല്ലുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞു. എന്നാൽ ഈ ഏശാവിൻ്റെ ഈ ഒരു പദ്ധതി റബേക്ക പിന്നീട് അറിഞ്ഞപ്പോൾ ഇളയമാനായ യാക്കോബിനെ വിളിപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നീ ഹാരാനിൽ പോയി റബേക്കയുടെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് അവിടെ പോയി താമസിക്കുക. ഇവൻ്റെ ഏശാവിൻ്റെ ദേഷ്യമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ പിന്നീട് നിന്നെ അവിടുന്ന് വരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അയക്കുന്നതിനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് അതോടൊപ്പം തന്നെ ഏശാവ് കല്യാണം കഴിച്ചത് ഹിത്യ സ്ത്രീകളായതുകൊണ്ട് അവർ വളരെയധികം ഇസ്ഹാക്കിനെയും റബേക്കയ്ക്കും വളരെയധികം ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യാക്കോബിനെങ്കിലും സ്വന്തം ജനത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ട് റബേക്ക ഇതോടുകൂടി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസാക്ക് യാക്കോബിനെ വിളിച്ചു, വീണ്ടും അനുഗ്രഹിച്ചു. എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻ അരാമിൽ നിൻ്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിൻ്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവൻ അയക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഈ കാര്യം പിന്നീട് ഏശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തൻ്റെ അപ്പന് ഇസ്ഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് അപ്പോൾ ഏശാവിന് മനസ്സിലായി. അങ്ങനെ ഏശാവ് നേരെ ചെന്ന് പഴയ അബ്രഹാമിനും മിസ്രൈമിസ്ത്രീയായ ഹാഗാറിലുണ്ടായ ഇസ്മയിലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇസ്മയിലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇസ്മായിൽ 3 ഭാര്യമാർ ഉണ്ടാകുവാനായിട്ട് ഇടയായി. യാക്കോബ് നേരെ ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് അവിടെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഉറങ്ങിയപ്പോൾ ഒരു കല്ലെടുത്ത് തലേണയായി വെച്ച് അവിടെ ചെന്ന് ഇറങ്ങി കിടന്നുറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഒരു സ്വപ്നം കണ്ടു. അത് ആ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അത് കൂടി കയറിയും ഇറങ്ങിയുമായിരുന്നു. അതിന് മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ പെട്ടെന്ന് യാക്കോബ് എണീറ്റു. അങ്ങനെ ആ സ്ഥലത്ത് യഹോവയായ ദൈവം അവിടെയുണ്ട്, സത്യം, ഇത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത യാക്കോബിന് മനസ്സിലായി. അങ്ങനെ ദൈവത്തിൻ്റെ ആലയമല്ല, ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയമാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ് എന്ന് മനസ്സിലാക്കി യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേര് വിളിച്ചു. അതിനു മുമ്പ് ആ സ്ഥലത്തിന് ലൂസ് എന്നായിരുന്നു പേര്. അങ്ങനെ യാക്കോബ് അപ്പോഴത്തേക്ക് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്ര എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു.
പിന്നീട് 29-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ യാക്കോബ് പിന്നീട് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അങ്ങനെ അവിടെ ഒരു കിണറ്റിൻ്റെ അരികത്ത് ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എത്തി. അവിടെ ആ പ്രദേശത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാണെന്ന് ചോദിച്ചു. അതിനെപ്പോഴത്തേക്കും അവർ ഹരാന്യരാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് ലാബാനെ കുറിച്ച് ചോദിച്ചു. നിങ്ങൾ നാഹോറിൻ്റെ മകനായ ലാബാനെ അറിയുമോ? അപ്പോൾ അറിയുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാബാൻ്റെ മകൾ റാഹേൽ ആടുകളെ തെളിച്ചുകൊണ്ട് വരുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ആടുകളെ തെളിച്ചുകൊണ്ട് വെള്ളത്തിനടുത്തേക്ക് വന്ന് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റാഹേൽ വരുമായിരുന്നു. അപ്പോൾ റാഹേലിനെ കണ്ടപ്പോഴത്തേക്കും ലാബാന് വളരെയധികം ലാബാൻ്റെ മകളാണല്ലോ, അപ്പോൾ യാക്കോബിന് വളരെയധികം സന്തോഷമായി. റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ റാഹേലിനോട് താൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി. അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു. അങ്ങനെ അപ്പനും ലാബാൻ്റെ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിൻ്റെ വസ്തു കേട്ട് അവനെ എതിരേൽപ്പാനോട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് ഓടിക്കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് യാക്കോബ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, നീ എൻ്റെ സഹോദരനാകൊണ്ട് എന്നെ വെറുതെ സേവിക്കണമോ? നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് ചോദിച്ചു. അപ്പോൾ യാക്കോബ് റാഹേലിനെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ റാഹേലിന് ഇഷ്ടമായി. അങ്ങനെ ലാബാനോട് റാഹേലിനെ ചോദിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിന് പ്രതിഫലമായിട്ട് 7 സംവത്സരം ലാബാൻ്റെ കൂടെ ജോലി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ലാബാൻ അത് സമ്മതിച്ചു. അങ്ങനെ 7 വർഷം കഴിയുന്ന സമയത്ത് യാക്കോബ് ലാബാനോട് പറഞ്ഞു, റാഹേലിനെ കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വിരുന്ന് കൂട്ടി എല്ലാം കൊടുത്ത് രാത്രിയായപ്പോൾ പക്ഷേ ലാബാൻ അതായത് റാഹേലിന് മൂത്തവളായ ലേയയെ ഒരുക്കി യാക്കോബിൻ്റെ മുറിയിലേക്ക് വിടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ യാക്കോബിന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. നേരം വെളുത്തപ്പോൾ മാത്രമാണത് റാഹേലല്ല ലേയായിരുന്നു എന്ന് യാക്കോബിന് മനസ്സിലായത്. അപ്പോൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ലാബാനെ വിളിച്ച് ലാബാനോട് ചോദിച്ചു, റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ സേവിച്ചത്? എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ, മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് നടക്കില്ല, അതുകൊണ്ടാണ് ചെയ്തത്. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇനിയും 7 വർഷം കൂടി നീ ജോലി ചെയ്താൽ റാഹേലിനെയും നിനക്ക് തരാം എന്ന് ലാബാൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ വീണ്ടും 7 വർഷത്തേക്ക് ജോലി ചെയ്യാനായിട്ട് സമ്മതിച്ചു. എന്നാൽ ആഴ്ചവട്ടം നിവർത്തിച്ച് കഴിഞ്ഞതിന് ശേഷം തൻ്റെ മകൾ റാഹേലിനെ ഭാര്യയായിട്ട് കൊടുത്തു. അങ്ങനെ ലേയും റാഹേലും ഇത് യാക്കോബിൻ്റെ ഭാര്യമാരായിട്ട് തീർന്നു. അതിനുശേഷം 7 വർഷം പിന്നെ അവിടെ ജോലി ചെയ്തു. എന്നാൽ അതിനുശേഷം റാഹേലിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. ലേയയ്ക്ക് ഗർഭം ധരിച്ച് മക്കളെ പ്രസവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആദ്യത്തെ ഒരു മകൻ റൂബേൻ. എന്നാൽ യാക്കോബിന് ഇഷ്ടമായിരുന്നില്ല. യാക്കോബിന് റാഹേലിനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അങ്ങനെ റൂബേന് ശേഷം വീണ്ടും ശിമിയോൻ, അതിനുശേഷം ലേവി. അങ്ങനെ 3 കുട്ടികളെ ആദ്യം പ്രസവിച്ചു. അതിനുശേഷം ലേഖ്യ പ്രസവം നിന്നു. 30-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ റാഹേൽ തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. കാരണം റാഹേലിന് കുട്ടികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ റാഹേൽ സ്വന്തം ദാസിയായ ബിൽഹയെ യാക്കോബിന് കൊടുത്ത് യാക്കോബിന് ആ ബിൽഹയിൽ മക്കളുണ്ടാകട്ടെ എന്ന് ഉള്ള രീതിയിൽ ബിൽഹയെ കൊടുക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. അങ്ങനെ ബിൽഹയിൽ യാക്കോബിന്
2 കുട്ടികൾ ജനിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ദാൻ, രണ്ടാമത് നഫ്താലി. അങ്ങനെ 2 കുട്ടികൾ വീണ്ടും ഉണ്ടായി. അങ്ങനെ അത് കണ്ടപ്പോൾ ലേയയും തൻ്റെ ദാസി സിൽപ്പയെ യാക്കോബിന് ഭാര്യയായിട്ട് കൊടുത്തു. അങ്ങനെ ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിന് മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യമെന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. വീണ്ടും മകനെ പ്രസവിച്ചു. അവന് ആശേർ എന്ന് പേരിട്ടു. അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ വീണ്ടും ഇവർ തമ്മിലുള്ള പോര് മൂത്ത് വീണ്ടും ഒരിക്കൽ കൂടി ലേയയ്ക്ക് ദൈവം മകനെ കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇസാഖാറിനെ ലേയ ഗർഭം ധരിച്ച് പ്രസവിച്ചു. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ലേയയ്ക്ക് മകനെ ഉണ്ടായി. അതിനെ സെബുലൂൻ എന്ന് പേരിട്ടു. വീണ്ടും ഒരു മകളെ കൊടുത്തു. അവൾക്ക് ദീന എന്ന് പേരിട്ടു. ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ദൈവം റാഹേലിനെ ഓർത്തു. റാഹേലിൻ്റെ അപേക്ഷ കേട്ട് റാഹേലിനും ഗർഭം ധരിച്ച് മക്കളെ പ്രസവിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് യോസഫ് എന്ന റാഹേലിൻ്റെ മൂത്തപുത്രൻ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഓക്കെ, ഇനി ഏതായാലും ഇവിടെ നിൽക്കുവാനായിട്ട് താല്പര്യമില്ല, അങ്ങനെ ഞങ്ങൾക്ക് പോകണം. എപ്പോഴും നിന്നെ സേവിക്കുവാനായിട്ട് ഇടയാവുന്നത് ശരിയല്ലല്ലോ, കുടുംബത്തിന് വേണ്ടിയിട്ട് ഇനി അധ്വാനിക്കണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ലാബാൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ എന്ത് തരണം എന്ന് ചോദിച്ചതിന് അങ്ങനെ ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് 2 ഗ്രൂപ്പായിട്ട് ആടുകളെ മാറ്റി അതായിരിക്കട്ടെ പ്രതിഫലം എന്നും പറഞ്ഞ് യാക്കോബ് പറയാനായിട്ട് ഇടയായി തീർന്നു. അതായത് നിൻ്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ച് പാലിക്കാം, എന്നാൽ ഞാൻ ഇന്ന് നിൻ്റെ കൂട്ടങ്ങളിൽ എല്ലാം കൂടി കടന്ന് ഇന്ന് പുള്ളിയും മറുവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവുള്ളതിനെയും വേർതിരിക്കാം. അപ്പോൾ ഈ മാർക്കുള്ളതിനെല്ലാം വേർതിരിച്ച് അതാണ് യാക്കോബിൻ്റെ പ്രതിഫലം എന്നുള്ള നിലയിൽ വന്നു. അങ്ങനെ അത് ചെയ്തു. അതിനുശേഷം ദൈവം യാക്കോബിനെ നടത്തി. എങ്ങനെയാണ് നല്ല ആടുകളെയും നല്ല കുട്ടികളെയും നല്ല ആടുകളെയും നല്ല സ്വത്തുക്കളും യാക്കോബിന് വരത്തക്ക രീതിയിൽ ദൈവം യാക്കോബിന് വേണ്ട ആലോചനകൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒടുവിൽ നല്ല ബലമുള്ള ആടുകളെല്ലാം യാക്കോബിനും ബലമില്ലാത്തവ ലാബാനും ആയിത്തീർന്നു. അങ്ങനെ യാക്കോബ് മഹാസമ്പന്നനായി തീർന്നു. അവന് വളരെയധികം ആടുകളും ഒട്ടകങ്ങളും കഴുതകളും ദാസീദാസന്മാരൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്ന് 30-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 30-ാമത്തെ അധ്യായം തീർന്നു. അതിനുശേഷം 31-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ലാബാൻ്റെ പുത്രന്മാർ ഈ യാക്കോബിനെതിരെ തിരിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലാബാൻ്റെ പുത്രന്മാർ യാക്കോബിന് ഇത്രയും സ്വത്തുക്കളുണ്ടായപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടാതെ ഇത് തൻ്റെ അപ്പൻ്റെ വക കൊണ്ട് സമ്പാദിച്ചതാണ് എന്നുള്ള വകയിൽ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഇങ്ങനെ കേട്ട ലാബാനും യാക്കോബിൻ്റെ നേരെ അത്ര നല്ല ഇഷ്ടത്തിലല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ യഹോവ യാക്കോബിനോട് പറഞ്ഞു, നീ തിരിച്ച് നിൻ്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോവുക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നരുളി ചെയ്തു. അങ്ങനെ യാക്കോബ് പെട്ടെന്ന് തന്നെ ഭാര്യമാരെയും കുട്ടികളെ എല്ലാവരും വിളിച്ച് ആട്ടിൻകൂട്ടവും സ്വത്തുക്കളും എല്ലാം റെഡിയാക്കി അവരോട് പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ മുഖം ഇപ്പോൾ ഒരുപാട് മാറി, മുമ്പത്തെ പോലെയല്ല. പക്ഷേ എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ അപ്പൻ്റെ ദൈവമുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പോകേണ്ടി വന്നത്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദൈവം
കൊടുത്ത ആലോചനകൾ. അതായത് എന്തുകൊണ്ടാണ് ഈ കറുപ്പും പുള്ളിയുമുള്ള കുട്ടികളെ പെറ്റത്, കറുപ്പും പുള്ളിയുമുള്ള കുട്ടികൾ, അത് ആട്ടിൻകുട്ടികളെ താൻ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ആലോചന പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് 31-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ, ആടുകൾ ചെനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുവും ഉള്ളവ എന്ന് കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരിയും പുള്ളിയും മറുവുമുള്ളവല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബഥേലിൻ്റെ ദൈവമാകുന്നു ഞാൻ. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർ തൻ്റെ കന്നുകാലികളെയും ഒക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പന്തനാരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തൻ്റെ അപ്പനായ ഇസാക്കിൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് പുറപ്പെട്ടു. എന്നാൽ ആ സമയത്ത് റാഹേൽ തൻ്റെ അപ്പനുള്ള ഗൃഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. എന്നാൽ അത് യാക്കോബ് അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ യാക്കോബ് ഇങ്ങനെ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി. അങ്ങനെ യാക്കോബ് എല്ലാമായിട്ട് പോയി എന്നുള്ളത് ലാബാൻ അറിഞ്ഞത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ലാബാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞ ലാബാൻ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് യാക്കോബിനെ പിന്തുടരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഗിലെയാദ് പർവ്വതത്തിൽ യാക്കോബിൻ്റെ അടുത്ത് എത്തുവാനായിട്ട് ഇടയായി. അങ്ങനെ ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ ലാബാൻ്റെ അടുത്ത്, അരാമ്യനായ ലാബാൻ്റെ അടുത്ത് ദൈവം വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ആ പർവ്വതത്തിൽ യാക്കോബ് കൂടാരം അടിച്ചിരുന്നു. ലാബാനും സഹോദരങ്ങളുമായിട്ടും അതിൻ്റെ അടുത്ത് ആ പർവ്വതത്തിൽ തന്നെ കൂടാരം അടിക്കുവാനായിട്ട് ഇടയായി. എന്നിട്ട് യാക്കോബിനോട് എന്തുകൊണ്ടാണ് അങ്ങനെ പോയതെന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നീ എന്നെ ഒളിച്ചു പോയി കളയുകയും എൻ്റെ പുത്രിമാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോവുകയും ചെയ്തതെന്ത്? നീ എന്നെ തോൽപ്പിച്ച് രഹസ്യമായിട്ട് ഓടിപ്പോവുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മുരജത്തോടും വീണയോടും കൂടെ നിന്നെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്ക് ഇട തരാതിരിക്കുകയും ചെയ്തത് എന്ത്? ഭോഷത്വമാകുന്നു നീ ചെയ്തത്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ആകട്ടെ, നിൻ്റെ പിതൃഭവനത്തിനായിട്ടുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു വന്നു. എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചതിന് യാക്കോബ്. അപ്പോൾ അക്കാര്യം ലാബാൻ യാക്കോബിനോട് ചോദിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ യാക്കോബിന് അത് അറിയില്ലായിരുന്നു. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിൻ്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടിരിക്കരുത്. എൻ്റെ പക്കൽ നിൻ്റെ വക വലുതുണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുക നോക്കിയെടുക്കുക എന്ന് പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. അങ്ങനെ എല്ലാ കൂടാരങ്ങളിലും കയറി ഇറങ്ങി നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ലാബാൻ തിരിഞ്ഞ് റാഹേലിൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ അപ്പനോട്, യജമാനെ കോപിക്കരുതേ, നിൻ്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ മുഴുവൻ നോക്കി അത് കണ്ടില്ല. അങ്ങനെ അത് ഒരിടത്തും കാണാതിരുന്നപ്പോഴത്തേക്കും യാക്കോബിന് കോപമായി. യാക്കോബ് ലാബാനോട് പറഞ്ഞു, എൻ്റെ കുറ്റം എന്ത്? നീ ഇത്ര ഉഗ്രതയോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എൻ്റെ തെറ്റെന്ത്? നീ എൻ്റെ സാമാനമൊക്കെയും ശോധന കഴിച്ചുവല്ലോ. നിൻ്റെ വീട്ടിലെ സാമാനം വല്ലതും കണ്ടുവോ? എൻ്റെ സഹോദരന്മാർക്കും നിൻ്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വയ്ക്കുക. അവർ നമുക്ക് ഇരുവർക്കും മധ്യേ വിധിക്കട്ടെ. ഈ 20 സംവത്സരം ഞാൻ നിൻ്റെ അടുക്കൽ പാർത്തു. നിൻ്റെ ചെമ്മരി ആടുകൾക്കും കോരാടുകൾക്കും ജനനാശം വന്നിട്ടില്ല. നിൻ്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്ന് കളഞ്ഞിട്ടുമില്ല. ഇങ്ങനെ 20 വർഷം നിന്ന ആ കഥകൾ മുഴുവൻ ലാബാനോട് പരാതിയായിട്ട് യാക്കോബ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
എന്നാൽ ലാബാൻ തിരിച്ചും അതുപോലെ തന്നെ മറുപടി പറയുന്നു. അതിനുശേഷം പറഞ്ഞു, ഓക്കെ, 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനും ആകയാൽ വരിക, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക, അത് എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ. അങ്ങനെ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി കല്ല് കൂട്ടുവനെന്ന് സഹോദരന്മാരോട് പറഞ്ഞു. അങ്ങനെ കല്ല് കൂട്ടി ഒരു കൂമ്പാരം ഉണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. അങ്ങനെ സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ കൂമ്പാരം എന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ഒരു കരാറ്, ദൈവത്തിൻ്റെ സാക്ഷ്യത്തിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 49-ാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ, നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ. നീ എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോടുകൂടെ ആരുമില്ല. നോക്കുക, ദൈവം തന്നെ എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുവാനായിട്ട് ആ സമയത്ത് ഇടയായി തീർന്നു. യാക്കോബ് തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. അങ്ങനെ അതിനുശേഷം അവർ യാഗം പർവ്വതത്തിൽ യഹോവയായ ദൈവത്തിന് യാഗം അർപ്പിക്കുകയും അതിനുശേഷം പിന്നീട് അങ്ങോട്ട് 2 സ്ഥലത്തേക്കും പോകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 31-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ദൈവം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു അനുഗ്രഹവും ആ ഒരു കൃപയും ഓരോ സംഭവങ്ങളിലും ഓരോ തലമുറകളായിട്ട് അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ട് അങ്ങനെ അത് പ്രവൃത്തിയിൽ വരുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഓരോ അധ്യായങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായങ്ങൾക്കിടയിലായിട്ട് 100, 200, 300 വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മുമ്പ് തന്നെ ഒരു അധ്യായത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ കൽപ്പനകളും കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം കൺസിസ്റ്റൻ്റായിട്ട് ഓരോ തലമുറകൾക്കും ഇങ്ങനെ കടന്ന് അത് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 32-ാമത്തെ അധ്യായം മുതൽ നമ്മൾ പിന്നീട് ഉള്ളത് അടുത്ത ദിവസങ്ങളിൽ നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.